അതായത് ഒരു ലോഡ് ഇൽമനൈറ്റിന് കരിമണൽ കർത്താവ് എന്ന് പറയുന്ന ഈ അതിഭീകരനായിട്ടുള്ള ചൂഷകനായിട്ടുള്ള ഈ കുത്തകയ്ക്ക് കിട്ടുന്നത്, ഒരു ദിവസം കിട്ടുന്നത് 7.5 കോടിയാണെങ്കിൽ ശരാശരി ഒരു വർഷം ഈ കരിമണൽ കർത്താവ് എന്ന് പറഞ്ഞവന് കിട്ടുന്ന ലാഭം എത്രയാണെന്നറിയാമോ സുഹൃത്തുക്കൾക്ക്? അങ്ങനെ വേർതിരിക്കുന്ന സിന്തറ്റിക് റൂട്ടയില് അയാൾ KMML തിരിച്ചു കൊണ്ടുവന്ന് വിൽക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന അമ്പലപ്പുഴയിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ വലിയ ഭീമാകാരമായ മൺകൂനകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മൺകൂനകൾക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല. ആ കിടക്കുന്ന മണ്ണിന് ഒരു വിലയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ സുഹൃത്തുക്കൾക്ക്? ആ മണ്ണിൽ നിന്ന് സ്വർണത്തിൻ്റെ വിലയുള്ള ഇൽമനൈറ്റ് വേർതിരിച്ച് എടുത്തിട്ട് ബാക്കി കൊണ്ടുവന്നിട്ടിരിക്കുന്ന മണൽ കൂനകളാണ് എൻ്റെ പുറകിൽ കാണുന്ന ഭീമാകാരമായിട്ടുള്ള മണൽ കൂനകൾ. സുഹൃത്തുക്കളെ, ഈ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെയും ഒക്കെ തന്നെ വിലയുള്ള ഇൽമനൈറ്റ് കൊണ്ടുപോയത് ആരാന്നറിയാവോ സുഹൃത്തുക്കൾക്ക്? അത് കൊണ്ടുപോയത് ശശിധരൻ കർത്ത എന്ന് പറയുന്ന ഒരു ശതകോടീശ്വരനാണ്. ആ കോടീശ്വരൻ്റെ ഖജനാവിലേക്കാണ് ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് 2013 മുതൽ ആയിരക്കണക്കിന് ലോഡ് മണലിൽ നിന്നുള്ള ഇൽമനൈറ്റ് മുഴുവൻ പോയിട്ടുള്ളത്. ആ ഇൽമനൈറ്റ് പോകുന്നതിൻ്റെ കഥ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞങ്ങ് വെച്ചേക്കാം. 2013 മുതൽ ഈ കർത്താവിന് നമ്മുടെ ഒരു ഏകദേശ കൊട്ടത്താപ്പ് കണക്ക് പ്രകാരം ഈ ശശിധരൻ കർത്താവിന് ലഭിച്ചത് ചുരുങ്ങിയത് 25,000 കോടി രൂപയുടെ ലാഭമായിരിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിൻ്റെ ഒരു ചെറിയ കണക്ക് പറയാം. ഈ കടൽ തീരത്ത് നിന്നെടുക്കുന്ന സ്വർണത്തിൻ്റെ വിലയുള്ള കരിമണൽ, ആ കരിമണൽ ഇവിടുന്ന് മെയിൻ റോഡിൽ കയറിയിട്ട് വലത്തേക്ക് ആദ്യം പോകുന്നതിൻ്റെ കണക്കുകൾ പറയാം. അതിനുശേഷം ഇടത്തേക്ക് പോകുന്നതിൻ്റെ കണക്ക് പിന്നീട് പറയാം. വലത്തേക്ക് ഈ ലോറികൾ മുഴുവൻ പോകുന്നത് KMMLയിലേക്കും IREയിലേക്കുമാണ്, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളിലേക്ക് മണൽ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മണൽ വിൽക്കുന്നത് ജലസേചന വകുപ്പാണ്. 6 ലോഡ് മണ്ണ് കൊണ്ടുപോകുമ്പോൾ അതിലൊരു ലോഡ് ഇൽമനൈറ്റ് ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ആ ഒരു ലോഡ് മണ്ണിന്, ആ ഒരു ലോഡ് ഇൽമനൈറ്റ് യഥാർത്ഥത്തിൽ KMMLയും IREയും ഈ ജലസേചന വകുപ്പിൽ നിന്ന് മേടിക്കുന്ന ഏതാണ്ട് 1000 ചില്ലുവാനം രൂപയ്ക്കാണ്. ഈ 1000 ചില്ലുവാനം രൂപയ്ക്ക് ജലസേചന വകുപ്പ് IREക്കും KMMLനും കൊടുക്കുന്ന ഇൽമനൈറ്റ്, അതായത് ഈ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ്, ഒരു ലോഡ് ഇൽമനൈറ്റ് ഈ KMMLയും IREയും ശശിധരൻ കർത്തയ്ക്ക് വിൽക്കുന്ന എത്ര രൂപയ്ക്കെന്നറിയാമോ സുഹൃത്തുക്കളെ? 7.5 ലക്ഷം രൂപയ്ക്ക്. സുഹൃത്തുക്കളെ, ഈ കരിമണൽ ഇവിടുന്ന് ലോറികളിൽ കയറിയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ വലത്തോട്ട് പോകുന്നതിൻ്റെ കണക്ക് ഒന്ന് വിശദമാക്കാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ കണക്കാണ് ഞാനൊന്ന് വിശദമാക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ റോഡിൽ കയറി വലത്തേക്ക് പോകുന്ന കരിമണൽ, 6 ലോഡ് കരിമണൽ IREയിലും KMMLയിലും എത്തുമ്പോൾ ആ 6 ലോഡ് കരിമണലിന് ഇതിവിടുന്ന് ഖനനം ചെയ്തെടുത്ത് KMMLയിലും IREയിലും എത്തിക്കുന്ന ജലസേചന വകുപ്പിന് കിട്ടുന്നത് 6500 രൂപയാണ്. 6 ലോഡ് കരിമണൽ. ഈ 6 ലോഡ് കരിമണലിൽ നിന്ന് ഒരു ലോഡ് ഇൽമനൈറ്റ് വേർതിരിച്ചെടുക്കും ഈ IMMലും KREയും കൂടെ ചേർന്ന്. ആ വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് അവര് ശശിധരൻ കർത്താവ് എന്ന് പറയുന്ന ഈ ഭീകരനായിട്ടുള്ള ചൂഷകന്, ഈ കുത്തകയ്ക്ക് വിൽക്കുന്നത് ഒരു ലോഡ് കരിമണലിന് 7.5 ലക്ഷം രൂപയ്ക്കാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ വിചാരിക്കുമോ പൊതുമേഖലാ സ്ഥാപനം ഇത്ര വലിയ വിലക്കാണല്ലോ കരിമണൽ കർത്താവിന് കൊടുക്കുന്നത്. പക്ഷേ കരിമണൽ കർത്താവ് ആ ഒരു ലോഡ് ഇൽമനൈറ്റ് വിദേശത്ത് വിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എത്രയാണെന്നറിയാമോ? 18 ലക്ഷം രൂപ. അതായത് ഒരു ലോഡ് ഇൽമനൈറ്റിന് കരിമണൽ കർത്താവ് എന്ന് പറയുന്ന ഈ അതിഭീകരനായിട്ടുള്ള ചൂഷകനായിട്ടുള്ള ഈ കുത്തകയ്ക്ക് കിട്ടുന്നത് 18 ലക്ഷം രൂപ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഒരു കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ആ ഉൽപ്പന്നം വിൽക്കുമ്പോൾ ആ കമ്പനിയുടെ ഉടമയ്ക്ക് ഒരു ലാഭം കിട്ടും. ആ ലാഭം കിട്ടുമ്പോൾ ആ ലാഭം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാനും അത് സംസ്കരിക്കാനും ഒക്കെ വലിയ തോതിൽ അയാൾക്ക് പണം ചെലവാകും. അതിൻ്റെ ഒരു ശതമാനമാണ് അയാൾക്ക് ലാഭമായി കിട്ടുന്നത്. എന്നാൽ ഇവിടെ കടലിൽ നിന്ന് കരയ്ക്കടിയുന്ന പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു വിഭവം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കിട്ടുന്ന ഒരു വിഭവം. നമുക്ക് കടലിൽ നിന്ന് എല്ലാ വർഷവും മീൻ കിട്ടുന്നത് പോലെ ഈ തിരയിൽ വന്ന് അടിയുന്ന ഈ കരിമണല് എല്ലാ സംസ്കരണവും കഴിഞ്ഞ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള IREയും KMMലും സംസ്കരിച്ച് കർത്താവിൻ്റെ ഖജനാവിൽ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുന്ന കരിമണൽ കയറ്റുമതി ചെയ്യുക എന്നുള്ള ഒരൊറ്റ പണിയാണ് സുഹൃത്തുക്കളെ ഈ കർത്താവ് ചെയ്യുന്നത്. അതിനാണ് കർത്താവിന് ഒരു ലോഡിന് 18 ലക്ഷം രൂപയുടെ ലാഭം കിട്ടുന്നത്. ഞാനിവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ പകല് ശരാശരി ഏതാണ്ട് ഒരു 250 ലോഡ് മണ്ണ് ഇവിടുന്ന് റോഡിൽ കയറി വലത്തേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 250 ലോഡ് മണ്ണിൽ നിന്ന് ഏതാണ്ട് 41 ലോഡ് മണ്ണ് ഇൽമനൈറ്റ് ആയിരിക്കും. ആ ഇൽമനൈറ്റ് വിൽക്കുമ്പോൾ ശശിധരൻ കർത്താവിന് ഒരു ദിവസം കിട്ടുന്ന ലാഭം എത്രയെന്നറിയാവോ സുഹൃത്തുക്കൾക്ക്? ഒരു ദിവസം ഈ ചൂഷകനായിട്ടുള്ള ഇയാൾക്ക് കിട്ടുന്നത് 7.5 കോടി രൂപയുടെ ലാഭം. എവിടുന്ന്? വെറും കരിമണലിൽ നിന്ന്. കടൽ കൊണ്ടുവന്ന് കരക്കടിയിക്കുന്ന വെറും കരിമണലിൽ നിന്ന് ശശിധരൻ കർത്താവിന് കിട്ടുന്നത് ഒരു ദിവസം 7.5 കോടി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരു ദിവസം ഈ കരിമണൽ കർത്താവിന് കിട്ടുന്ന ലാഭം 7.5 കോടി രൂപയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം കിട്ടുന്നത് 7.5 കോടിയാണെങ്കിൽ ശരാശരി ഒരു വർഷം ഈ കരിമണൽ കർത്താവെന്ന് പറഞ്ഞവന് കിട്ടുന്ന ലാഭം എത്രയാണെന്നറിയാമോ സുഹൃത്തുക്കൾക്ക്? 2500 കോടി രൂപ. 25 കോടിയല്ല, 250 കോടിയല്ല, 2500 കോടി രൂപ. ഈ 2500 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 കോടി രൂപയുടെ ലാഭം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതായത് നമ്മൾ ഈ പാറമടകളുടെയൊക്കെ കാര്യം പറയുള്ളൂ. പാറമടകളിലൊക്കെ 100% ലാഭം എന്ന് പറയല്ലേ എന്ന് പറഞ്ഞതുപോലെ കരിമണൽ കർത്താവിന് സർക്കാർ ചെലവിൽ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു വർഷം മാത്രം 2500 കോടി രൂപ. കഴിഞ്ഞ 10 വർഷമായി ഖനനം നടക്കുകയാണ്. ആ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 2500 ഗുണം 10 എന്ന് പറയുന്നത് 25,000 കോടി രൂപയുടെ ലാഭം. 25,000 കോടി രൂപയുടെ ലാഭം. ആർക്ക്? ഈ കരിമണൽ കർത്താവെന്ന് പറയുന്ന ഈ അതിഭീകരനായിട്ടുള്ള ചൂഷകന്. ഈ 25,000 കോടി രൂപ ലാഭം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർക്ക് എത്ര കോടി രൂപയുടെ കൈക്കൂലി അയാൾ കൊടുത്തിട്ടുണ്ടാകും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് 2023 6 മാസം കൊണ്ടുവന്ന ഒരു വിധിന്യായമുണ്ട്. ആ അർദ്ധ ജുഡീഷ്യൽ ബോഡി ആ വിധിന്യായത്തിലേക്ക് കണ്ണോടിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ വിധിന്യായത്തിൽ പറയുന്നത് എന്താണ്? കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് അവിടെ റെയ്ഡിന് ചെന്നപ്പോൾ പറഞ്ഞെന്താ? ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വേറെ ചില പൊതുമേഖലാ സ്ഥാപനവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ആവശ്യം പോലെ പണം ഞങ്ങൾ കൊടുക്കാറുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുക. ആ വിധിന്യായത്തിൽ ഇത് മേടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ എല്ലാം വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അബ്രീവിയേഷൻ എന്താ? അതിലേറ്റവും പ്രധാനപ്പെട്ട അബ്രീവിയേഷൻ ആരുടേതാണ്? അത് PV എന്നാണ്. PV. ആ PV എന്ന് പറയുന്ന പിണറായി വിജയൻ വന്നിരുന്നു കൊണ്ട് അത് ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ആ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എത്ര മേടിച്ചു, എവിടെ വെച്ച് മേടിച്ചു, എങ്ങനെ മേടിച്ചു, ക്യാഷായിട്ടാണ് മേടിച്ചത് എന്നൊക്കെയുള്ള മുഴുവൻ വിശദാംശങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അച്ഛൻ മേടിച്ചതിനെ കുറിച്ച് അതിനകത്തുണ്ട്. ഇനി മകൾക്കും കൊടുത്തില്ലേ,
2017 മുതൽ 2020 വരെ വീണ വിജയന് 1,72,00,000 രൂപ കരിമണൽ കർത്താവ് കൊടുത്തു. ഒരു സേവനം പോലും ചെയ്യാതെയാണ് കരിമണൽ കർത്താവ് ആ പണം അവർക്ക് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായും 25,000 കോടി രൂപയുടെ ലാഭം കരിമണൽ കർത്താവിന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കരിമണൽ കർത്താവ് രാഷ്ട്രീയക്കാരന്, എല്ലാ രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുത്തിട്ടുള്ളത്. ഇടത് വലത് മുന്നണികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. CPI-ക്കാരും മേടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്, BJP-ക്കാരും മേടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു വർഷം മാത്രം 135 കോടി രൂപ കൈക്കൂലിയായിട്ട് കൊടുത്തു എന്നാണ് അയാൾ സമ്മതിച്ചിരിക്കുന്നത്. അയാൾ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അടുത്ത് സമ്മതിച്ചത് 135 കോടി രൂപയുടെ കണക്കാണ്. അപ്പൊ എത്ര കോടി അയാൾ കൊടുത്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാത്രം 17 കോടി രൂപ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് കരിമണൽ കർത്താവ് എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും കൊടുത്തിട്ടുള്ള കൈക്കൂലിയുടെയും അയാൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെയും കണക്ക്. ഇനി വേറൊരു കണക്കുണ്ട്. ആ കണക്കൂടെ പറഞ്ഞാലേ ഇത് കഥ അവസാനിക്കുള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ലോറി റോഡിൽ കയറിയിട്ട് വലത്തോട്ട് പോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കണക്കുകളാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ആ കണക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. 250 ലോഡ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 100 ലോഡെങ്കിലും ഇടത്തോട്ട് പോകും എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. ആ ഇടത്തോട്ട് പോകുന്ന ആ ലോഡെല്ലാം എവിടെയാ എത്തുന്നതെന്നറിയാമോ? കരിമണൽ കർത്താവിന്റെ ഗോഡൌണിലാണ് എത്തുന്നത്. അതിനൊരു കണക്കുമില്ല. ലോഡുകളിൽ നിന്ന് കരിമണൽ കർത്താവ് ഇൽമനേറ്റ് മാത്രമല്ല സിന്തറ്റിക് റൂട്ടയിലും വേർതിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ വേർതിരിക്കുന്ന സിന്തറ്റിക് റൂട്ടയില് അയാൾ KMML-ന് തിരിച്ചു കൊണ്ടുവന്ന് വിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ആ സിന്തറ്റിക് റൂട്ടയില് KMML വിദേശത്ത് നിന്ന് മേടിക്കുന്ന വൻ തുകയ്ക്കാണ് KMML കർത്താവിൻ്റെ ഇത് വാങ്ങുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ വന്ന് അടിയുന്ന കരിമണൽ സർക്കാരിന്റെ ഒത്താശയോടുകൂടി തന്റെ കമ്പനിയിൽ കൊണ്ടുവന്ന് വേർതിരിച്ചെടുത്ത് സിന്തറ്റിക് റൂട്ടയിലായി അയാൾ സർക്കാരിനു തന്നെ വിറ്റ് പണമുണ്ടാക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്ര ഭീകരമായിട്ടുള്ള ചൂഷണം? ഇത്ര അതിഭീകരമായിട്ടുള്ള ചൂഷണം നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അയാളുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാനുള്ള നട്ടല്ലില്ല, ആർജവമില്ല, ഇച്ഛാശക്തിയില്ല. കാരണം ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കരിമണൽ കർത്താവിന്റെ മുമ്പിൽ മൂക്കെ മുട്ടിച്ച് നിൽക്കുന്നവനും മുട്ടിൽ ഇഴയുന്നവരുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പക്ഷേ ഞാൻ നെഞ്ചുവിരിച്ച് ഞെളിഞ്ഞു നിന്ന് നിങ്ങളോട് പറയുന്നു, ആ കർത്താവിന് മുന്നിൽ ഇന്ന് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഞെളിഞ്ഞു നിൽക്കാൻ 52 ഇഞ്ചുള്ള നെഞ്ച് കാണിച്ച് നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു പൊതുപ്രവർത്തകൻ ഞാൻ മാത്രമാണെന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. പറഞ്ഞാൽ ഞാൻ മാത്രമെന്നല്ല, തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരേ ഒരു പൊതുപ്രവർത്തകൻ കർത്താവിന് മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാൻ കഴിയുന്ന ആൾ ഞാനാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സുഹൃത്തുക്കളെ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എനിക്ക് ആലപ്പുഴ മണ്ഡലത്തിലെ എൻ്റെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം ഈ കരിമണൽ കർത്താവ് നടത്തുന്ന ഈ അതിഭീകരമായിട്ടുള്ള പകൽ കൊള്ളയാണ്. 25,000 കോടി രൂപ അയാൾ ലാഭമുണ്ടാക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ്, അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. എനിക്ക് ഏറ്റവും അവസാനമായി എൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത്, ഈ കരിമണൽ കർത്താവ് എന്ന് പറഞ്ഞ ഈ കൊടും ഭീകരനെ, ആ ഭീകരനിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മഹാനായ VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കയ്യാമം വെച്ച് റോഡിൽ കൂടി നടത്തിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നാണ് എനിക്ക് എൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിപ്പിച്ചാൽ, എന്നെ ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആയി നിങ്ങൾ തിരഞ്ഞെടുത്താൽ, ഈ കൊള്ള നടത്തുന്ന കരിമണൽ കർത്താവിനെയും അയാളിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള PV-മാരെയും ജനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കയ്യാമം വെച്ച് റോഡിൽ കൂടി നടത്തിക്കുമെന്നുള്ള ഉറപ്പാണ് എനിക്ക് എൻ്റെ വോട്ടർമാരായിട്ടുള്ള ആലപ്പുഴയിലെ ജനങ്ങളോട് ഈ അവസരത്തിൽ നൽകാനുള്ളത്.